പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 22-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും ആയിരിക്കാനും കർത്താവിനു വേണ്ടി ജീവിപ്പാനും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 8 നാം ഇപ്രകാരം വായിക്കുന്നു: അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയിലുള്ള അധ്യക്ഷന്മാർക്കും വിശുദ്ധന്മാർക്കും എഴുതുന്ന ലേഖനമാണ്, കത്താണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്ന നാമധേയത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത്. 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ പൗലോസ് അവരോട് പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയുവാനുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം, വേണ്ടവണ്ണം കർത്താവിൽ സന്തോഷിക്കാത്തവർ അവിടെയുണ്ട്. എഴുതുന്നത് അവിടുത്തെ അധ്യക്ഷന്മാർക്കും വിശുദ്ധന്മാർക്കും സഭയുടെ ശുശ്രൂഷകർക്കുമൊക്കെയാണ്. അപ്പോൾ അവർ കർത്താവിൽ പൂർണ്ണമായി സന്തോഷിക്കുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ആത്മാവിൽ ഉള്ളാലെ മനസ്സിലാക്കിയ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ലോകപ്രകാരം ഒത്തിരി കാര്യങ്ങൾ കർത്താവിനെക്കാട്ടിലും മുൻസ്ഥാനത്തും വലിയ മേഖലയിലും കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളിടത്തോളം കാലം വേണ്ടവണ്ണം കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പൗലോസ് ഒരു വലിയ ലിസ്റ്റ് നിരത്തുകയാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളെ എല്ലാവരെക്കാട്ടിലും ഒരു പടി ഉയരത്തിലായിരുന്നു എൻ്റെ അവസ്ഥ. എൻ്റെ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും പഠനം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും. അങ്ങനെ വന്ന 7-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഇതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ചപ്പന്നും ചവറെന്നും എണ്ണുകയാണ്. അത് പറഞ്ഞിട്ട് അവരെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 8-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും ഒരിക്കൽ ചപ്പും ചവറുമെന്ന് എണ്ണി എനിക്ക് ലഭിക്കപ്പെട്ട സകല സ്ഥാനമാനങ്ങളും ജന്മനാ ലഭിക്കപ്പെട്ടതും ഞാനായി ആർജിച്ചെടുത്തതും എന്നിൽ വന്നു ചേർന്നതും ചപ്പെന്നും ചവറെന്നും എണ്ണി ഒരിക്കൽ മാറ്റുകയല്ല, ഞാൻ ഇപ്പോഴും അത് തന്നെ ചെയ്ത് അവയ്ക്കൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല. എനിക്ക് പ്രാധാന്യമുള്ളത് യേശുക്രിസ്തുവാണ്. കർത്താവിൽ സന്തോഷിക്കുന്നതിലാണ്. കർത്താവാണ് എൻ്റെ ഏറ്റവും പ്രധാന സ്ഥാനം എന്ന് പൗലോസ് ഉറപ്പിക്കുന്നു. 22-ാം തീയതി തിങ്കളാഴ്ച അതിരാവിലെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഉള്ളു തുറന്ന് ഒന്ന് സന്തോഷിച്ചിട്ട്, മനം നിറഞ്ഞ് ഒന്ന് ചിരിച്ചിട്ട്, വീട്ടിൽ ഒന്ന് കൈകൊട്ടി ആർത്തിട്ട് എത്ര നാളായി? 2024 ഇത് നടന്നിട്ടുണ്ടോ?
എന്നും പ്രശ്നങ്ങൾ, ടെൻഷൻ, ഡിപ്രഷൻ. ഏത് മേഖലയിലോട്ട് നോക്കിയാലും സങ്കടം, നിരാശ, എല്ലാത്തിനും പിറുപിറുപ്പ്, എല്ലാത്തിനും പരാതി. ഇതല്ലേ ഇന്നത്തെ നമ്മുടെ അവസ്ഥ. കാരണം എന്താ? നമ്മൾ എന്തിനൊക്കെയോ പ്രയോറിറ്റി കൊടുത്ത് എന്തൊക്കെയോ അമിതമായി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതീക്ഷയുടെ 50% പോലും ലഭിക്കാതെ വരുമ്പോൾ സന്തോഷം പോയി, ആശ പോയി, പ്രതീക്ഷ പോയി. പിന്നെ എങ്ങനെയാണ് കർത്താവിൽ സന്തോഷിക്കുന്നത്? അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സ്ഥാനമാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നല്ലതാണ്, ആവശ്യമാണ്, വേണ്ടതാണ്. പക്ഷേ ആവശ്യവും അത്യാവശ്യവും അവശ്യവും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലോകത്തിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ പ്രഥമ സ്ഥാനം ആരൊക്കെയോ എന്തൊക്കെയോ അപഹരിച്ചിട്ട് നാളുകളേറെയായി. അതുകൊണ്ട് നമ്മുടെ സന്തോഷം പോയി. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയിലുള്ള അധ്യക്ഷന്മാർക്കും വിശുദ്ധന്മാർക്കും ദൈവജനത്തിനും വളരെ ശക്തമായി നിർദ്ദേശിക്കുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാത്തതിന്റെ കാരണം ലോകപരമായി, ജനസംബന്ധമായി, സാമൂഹ്യപരമായി നിങ്ങൾ എന്തൊക്കെയോ കർത്താവിനേക്കാൾ ഉപരിയായി മുൻസ്ഥാനം കൊടുത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്താകുമ്പോൾ നിങ്ങൾ ദുഃഖിതരായി മാറുന്നു. അതുകൊണ്ട് ഇന്ന് ഉള്ളുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കാൻ സാധിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഉള്ളു തുറന്ന് ഒരു സ്തോത്രം പറയാൻ പറ്റാത്തവർ, എപ്പോഴും പ്രാർത്ഥനയിൽ പോലും നീണ്ട നിര പരാതിയുടെ കൂമ്പാരം, പിറുപിറുപ്പ്, എന്നിട്ട് പിന്നെ നമ്മൾ പറയും ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുവാണെന്ന്. അതല്ല കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. എന്താണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്? ആത്മാക്കളെ കുറിച്ചുള്ള ആത്മഭാരത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യുവതലമുറ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടേതേ അല്ല, നമുക്ക് അറിയത്തുമില്ല, പ്രാർത്ഥിക്കുന്നു. ഭാരതം മറ്റൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ ഗൗരവമായി ഓർക്കണം, വേദനയിലും നിരാശയിലുമായിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേദനയിലും സങ്കടത്തിലും കർത്താവിന് വേണ്ടി നിന്ന സഹിച്ച്, പരിഹാസം സഹിച്ച്, തങ്ങളുടേതല്ലാത്ത അപവാദങ്ങൾ ഏറ്റ് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇല്ല, ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതാ നമ്മൾ പറയുന്നത്. എന്തിനാണ്? എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ മകൻ, എന്റെ മകൾ, എന്റെ വീട്, എന്റെ ആരോഗ്യം, എന്റെ സൗഖ്യം, എന്റെ വാഹനം, എന്റെ നിലനിൽപ്പ്, എന്റേത് എന്റേത് എന്റേത്. ഇത് പിടിച്ചു നിർത്തുവാനും കയ്യിൽ നിന്ന് പോകാതിരിക്കാനും എനിക്കുള്ളതൊക്കെ എന്നും എന്റേത് മാത്രമായിരിക്കാനും അത് കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നല്ല പറയുന്നത്. സ്വാർത്ഥതയോടെ ദൈവത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡാക്കി എന്റേതിന് ചുമതലപ്പെടുത്തുന്ന വെറും ജൽപ്പനങ്ങളും വെറും നിലവിളികളുമായി മാറുകയാണ്. അതിനെ നോക്കിയാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം. നിങ്ങൾ കർത്താവിനെക്കാട്ടിലുപരിയായി പലതിലും ആശ്രയം വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിരിക്കാൻ, സന്തോഷിക്കാൻ, സ്തോത്രം ചെയ്യുവാൻ, ഉള്ളു തുറന്ന് പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പൗലോസ് തന്റെ ലഭിക്കപ്പെട്ടതും ആർജിക്കപ്പെട്ടതും ജന്മനാ കിട്ടിയതുമായ
നീണ്ട നിര പറഞ്ഞിട്ട് പറയുന്നു, ക്രിസ്തു നിമിത്തം ഇതെല്ലാം ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. ഒരിക്കൽ എണ്ണിന്നല്ല. ഇന്നത്തെ വാഗ്ദത്ത വചനമായ ഫിലിപ്പിയർ 3:8 പറയുന്നു, ഞാൻ ഇപ്പോഴും അത് തുടരുകയാണ്. ഇന്നും എനിക്ക് പ്രയോറിറ്റി കർത്താവാണ്, അല്ലാതെ എന്റേതായ സാമ്രാജ്യമല്ല. വളരെ ഗൗരവമായി നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ സ്വർഗത്തിൽ പോകാൻ കാത്തുകെട്ടിയിരിക്കുകയാണ്. അവരൊരു ചിന്തിക്ക്, നമുക്ക് വേണ്ടിയ കുറെ വചനഭാഗങ്ങൾ അടർത്തിയെടുത്ത് കാണാതെ പഠിച്ച് ആ വാഗ്ദത്ത വചനം മാത്രം ഉരുവിട്ട് പ്രാർത്ഥിച്ച് തരണേ കിട്ടണേ പോകല്ലേ എന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ഒരു മൂഢ സ്വർഗത്തിൽ ആയിരിക്കുന്നു. പൗലോസ് പറയുന്നു, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്ക്. കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ ഇവിടുത്തെ പലതിനോടും വിട പറയണം. പലതിനും നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചവറ്റുകൊട്ടയിലാക്കിയിട്ട് കർത്താവിൽ സന്തോഷിക്കാൻ തയ്യാറാകണം. പറ്റുമോ? നടക്കുമോ? എന്നിട്ട് കർത്താവിനോടുകൂടി വാനമേഘത്തിൽ എടുക്കപ്പെടുവാൻ പാട്ടും പാടി കാലും നീട്ടിയിട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ നാളുകളിൽ നാം വചനം പഠിച്ച് വചനപ്രകാരം ഒരുങ്ങുവാൻ ഇടയാകണം. മറ്റുള്ളവർ ആരെന്തു പറയുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കുന്നു? മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാനോ മനുഷ്യന്റെ മുമ്പാകെ വെളിപ്പെടുത്തുവാനോ പറ്റാത്തത് തമ്പുരാൻ കൃത്യമായി മനസ്സിലാക്കുന്ന ദൈവമാണ്. ആ ദൈവം ഇന്ന് പകൽ നമ്മുടെ പ്രയോറിറ്റി തിരിച്ചറിയട്ടെ. മുൻസ്ഥാനം എന്തിനാണെന്ന് കർത്താവ് അസസ് ചെയ്യട്ടെ. ആ നിലയിൽ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താം, കർത്താവിൽ സന്തോഷിക്കാം. ഏതെങ്കിലും വിഷയങ്ങളിൽ, വേദനയിൽ, ഭാരത്തിൽ, സങ്കടത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, തലമുറകളെ ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത് വേദനിക്കുന്നുവെങ്കിൽ അതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? കർത്താവിന് മുൻസ്ഥാനം കൊടുക്ക്. 23-ാം സങ്കീർത്തനം പറയുന്നു, നമുക്ക് വേണ്ടത് നമ്മെ അനുഗമിച്ചോളും, നമ്മളെ പിന്തുടർന്ന് വന്നുകൊള്ളും. നാം അതിന് പിന്നാലെ പോകുമ്പോഴാണ് പ്രയോറിറ്റി മാറുകയും വേണ്ടത് വേണ്ട സമയത്ത് ലഭിക്കാതെ പോവുകയും ചെയ്യുന്നത്. അന്നേരമാണ് കുറുക്കുവഴി തേടുന്നത്. ആകയാൽ ജീവജലം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളും ഒരു കുറുക്കുവഴിയും തേടാതെ, ഒരിക്കലും നിങ്ങളുടെ പ്രയോറിറ്റിയുടെ സ്ഥാനം കർത്താവിനുള്ളത് മാറിപ്പോകാതെ, അങ്ങനെ കർത്താവിൽ എപ്പോഴും സന്തോഷിച്ച് പൗലോസ് ചെയ്യുന്നത് പോലെ ഓരോ ദിവസവും രാവിലെ ഇന്ന് ഞാൻ കർത്താവിനേക്കാൾ, വചനത്തെക്കാൾ മുൻസ്ഥാനം കൊടുത്തിരിക്കുന്നതിനെ താഴേക്കിടയിലേക്ക് തള്ളിയിടുവാൻ തയ്യാറായിക്കൊണ്ട് പ്രാർത്ഥനയോടെ ജീവിതം ആരംഭിക്കുക. നിശ്ചയമായും അനുഗ്രഹം പ്രാപിക്കും, നന്മ പ്രാപിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി തമ്പുരാൻ നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ്. ആര് മാറി നിന്നാലും, ആരകന്നു നിന്നാലും, ആര് കണ്ടില്ല എന്ന് നടിച്ചാലും, ഏതെല്ലാം വിധങ്ങളിലുള്ള ചിത്രം കൊടുത്താലും നമ്മളെ കൃത്യമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ആ ദൈവം ഇന്ന് പകൽ നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ജീവജലം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും സർവകൃപാലുവായ ദൈവം അനുഗ്രഹിച്ച് നന്മകളാൽ നിറച്ച് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കത്തക്കവണ്ണം ലോകത്തിന്റെ ചിന്തകളെക്കാൾ ഉപരിയായി കർത്തൃചിന്തകളിൽ മുഴുകി ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. ദൈനംദിന ജീവിതയാത്രയിൽ
പലപ്പോഴും കർത്താവിനേക്കാൾ ഉപരിയായി പലതിനും പലർക്കും മുൻസ്ഥാനം കൊടുക്കുമ്പോൾ ഞങ്ങൾ നിരാശയിലും സങ്കടത്തിലും വേദനയിലും ആയിത്തീരുമെന്നും, എന്നാൽ എല്ലാറ്റിനേക്കാട്ടിലും ഉപരി കർത്താവിന് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ സങ്കടം മാറി കർത്താവിൽ സന്തോഷിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടത് നൽകുന്ന ദൈവം ഞങ്ങളോട് സദാ കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ ഞങ്ങളുടെ ജീവിത നൗക മുൻപോട്ട് കൊണ്ടുപോകുവാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ആ ഒരു വലിയ തിരിച്ചറിവിലും ആശ്രയബോധത്തിലും വിശ്വാസത്തിലും ഞങ്ങളുടെ ജീവിത പടവുകളെ ചവിട്ടുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഈ ആഴ്ചവട്ടം, ഈ ദിവസം കർത്താവിൽ സന്തോഷിച്ച് ദൈവകൃപയിൽ മുന്നേറുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ കർത്താവിന് മുൻസ്ഥാനം കൊടുക്കുന്ന ഒരാൾക്ക് എപ്പോഴും സന്തോഷിക്കാൻ പറ്റും. എന്തെല്ലാം വന്നോട്ടെ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞോട്ടെ, എന്തെല്ലാം സംഭവിച്ചോട്ടെ, നഷ്ടങ്ങളുടെ കൂമ്പാരം വന്നോട്ടെ, ഉള്ളിൽ കർത്താവിന് മുൻസ്ഥാനം കൊടുത്ത ഒരാൾ വാടുകയില്ല, തളരുകയില്ല, വീണുപോകുകയില്ല, സന്തോഷിക്കും. കാരണം ബാക്കിയുള്ളതൊക്കെ ആ വ്യക്തിയുടെ മുമ്പിൽ ചപ്പും ചവറുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളും എന്തിന്, ഏതിന്, ആർക്ക് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നുവെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം സ്വയം വിലയിരുത്തി ദൈവവരങ്ങൾ സമർപ്പിച്ച് ഒരു പുതുജീവിതം ആരംഭിച്ച് നന്മ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ ഏവരെയും ഒരുക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.